ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം, സെർവൻറ്റ്ഹുഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ഹ്യൂമിലിറ്റി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുക, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ പ്രിഫറൻസസ് നോക്കുക, സെർവൻറ്റ്ഹുഡ്, ദാസരൂപം സ്വീകരിക്കുക, തന്നെത്താൻ ഒഴിച്ച്, 8-ാം വാക്യം, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഒബീഡിയൻസ്. സോ ഹ്യൂമിലിറ്റി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുക, മറ്റുള്ളവരുടെ ഗുണം നോക്കുക, സെർവൻറ്റ്ഹുഡ്, ഒബീഡിയൻസ്. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാകുന്ന ഈ സ്വഭാവം നമ്മിൽ വരണം. ഈ സ്വഭാവം നമ്മിൽ വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തും.